ഇന്നത്തെ അറിയിപ്പുകൾ. പ്രവാസികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനം. പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണത്തിനായി 32 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിനു മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വരുത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. പ്രവാസി സമൂഹത്തോടുള്ള പ്രതിബദ്ധത മുൻനിർത്തി സർക്കാർ വിഷയത്തിൽ ഇടപെടുകയും ആദ്യഘട്ട തുക അനുവദിക്കുകയുമായിരുന്നുവെന്നും കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി മെട്രോയുടെ 4 സ്റ്റേഷനുകളിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടി. ഇനി മുതൽ യാത്രാരേഖകളില്ലാതെ വാഹനം പാർക്ക് ചെയ്താൽ 3 ഇരട്ടി തുക നൽകണം. ആലുവ MG റോഡ്, വടക്കേക്കോട്ട, തൃപ്പൂണിത്തുറ സ്റ്റേഷനുകളിലാണ് ഫീസാണ് കൂട്ടിയത്. പാർക്കിങ്ങിന് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റേഷനുകളാണിവ. സ്റ്റേഷനുകളിലെ അമിത തിരക്കും മെട്രോ യാത്രക്കാരല്ലാത്തവർ സ്ഥിരമായി സ്ഥലം കൈയടക്കുന്നതും തടയുക ലക്ഷ്യമിട്ടാണ് നടപടി. മെട്രോയിൽ യാത്ര ചെയ്യാൻ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ 2 മണിക്കൂറിന് 5 നിന്നും 10 രൂപയായും കാറുകൾക്ക് 15 നിന്നും 20 രൂപയാക്കിയും ഉയർത്തി. അധികമായി വരുന്ന 2 മണിക്കൂറിന് 5 രൂപ വീതം ഈടാക്കും. മെട്രോയിൽ യാത്ര ചെയ്യാതെ പാർക്കിംഗ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. ഇവർ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രതിമാസം 1500 രൂപയും കാറുകൾക്ക് പ്രതിമാസം 4500 രൂപയോളം നൽകേണ്ടി വരും. യാത്രാരേഖകളില്ലാതെ വാഹനം പാർക്ക് ചെയ്താൽ 3 ഇരട്ടി തുക നൽകണമെന്നും അധികൃതർ അറിയിച്ചു. പാർക്കിംഗ് സ്ഥലത്ത് ഈ കാര്യം പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.